ഗായ്സ്, നമ്മളാണ് റോർ ഓഫ് ലൈൻ. സോ നമ്മളിന്ന് രാവിലെ അല്ല വൈകുന്നേരം നടക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്തിരി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയെന്ന് പറഞ്ഞിട്ട് വലിയൊരു എന്ന് പറഞ്ഞിപ്പോൾ ആരും വരാത്തൊരു പള്ളിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ കിടക്കുക. സോ ഞാൻ ഒരു ദിവസം ആ പള്ളിയിലേക്ക് പോവും. അപ്പോൾ ആ വീട് ഉടൻ തന്നെ വന്നിരിക്കും. സോ നമ്മളിപ്പോൾ നടന്നിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. സോ നമ്മൾ ഇതിൽ കൂടി നേരെ പോയിട്ട് ഇതിൽ കൂടി കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. സോ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത്തിരി നടന്നിട്ടു. സോ അവിടെ നോക്കിയാണെങ്കിൽ നെറ്റും ഉണ്ട്. അത് ഇവിടുത്തെ ഒരു കട. സീരീസിൽ നമ്മളിപ്പോൾ ജർമ്മനിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നെറ്റോയിലാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. നെറ്റ് മാത്രമല്ല, ഇവിടെ അൽദിയും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ പാർക്കല്ല, ഇതിൽ കൂടി നമുക്കിങ്ങനെ വെറുതെ നടക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്രാഫൻവോറാണ്. സോ നമ്മൾ ഇവിടെ അടുത്തായിട്ടൊരു പെട്രോൾ പമ്പും പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ അവിടെ എടേക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഒരു എടേക്കാന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എടേക്ക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ എടേക്ക് നിങ്ങൾ കണ്ടോ? സോ ഇവിടെ ഒരു ക്രാങ്കൻ ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്. സോ ഗൈസ്, ഇവിടെ ഇപ്പോൾ പെട്ടെന്നൊരു ക്രാങ്കൻ ഭാഗം വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ആണ്. സോ അത് വന്നപ്പോൾ ഞാൻ വെറുതെ കട്ട് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചിലടെ ട്രക്കൊക്കെ വരാറുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ആ വീഡിയോ എടുത്തു തരാം, ട്രക്കൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല, പുറകിൽ ക്രാങ്കൻ ഭാഗനുണ്ട്. അതാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് പതിയെ ഓരോരോ എപ്പിസോഡായിട്ട് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് പതിയെ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഓരോ എപ്പിസോഡായിട്ട്. പിന്നെ ഗൈസ്, ഈ കാണുന്നത് ഒരു കമ്പനിയാണ്. അതിൻ്റെ പേര് ക്യൂഗിൾ എന്നാണ്. അവിടെ എൻ്റെ പപ്പ വർക്ക് ചെയ്യാൻ പോണേനെ ഇത്തിരി ദിവസം കഴിഞ്ഞിട്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീടും കാണിച്ചു തരാം. അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കും. ഗൈസ് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഫുള്ള് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളൊരു മാപ്പും കൂടി വെച്ചിട്ടുണ്ട്. അതിനെ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരണം. ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതാണ് മൊത്തം കാണണം ഇപ്പോൾ വീണാനെ. സോ ഇതാണ് മാപ്പ്. സോ ഗൈസ്, ഇതാണ് ക്യൂഗിള്, എൻ്റെ പപ്പ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം. സോ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാവേ, ബിക്കോസ് ഇവിടെ സൈക്കിൾ വരുന്നുണ്ട്. ഗൈസ് പിന്നൊരു കാര്യം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ചില ടൈം ഇവിടെ ഇങ്ങനെ വൈറ്റ് കളർ പൂ, പർപ്പിൾ കളർ പൂവൊക്കെ ഇങ്ങനെ മരത്തിലൊക്കെ ഉണ്ടാവും. അത് ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീഡിയോ ഒന്നും ചാനൽ തുടങ്ങാത്തതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ. സോ നമുക്ക് ഇവിടെ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യണേ. ആൾക്കാരൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഗൈസ് പിന്നെ ഇതാണ് എൻ്റെ പപ്പ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ക്യൂഗിളിൻ്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ അവിടെ ഗൈസ് ക്യൂഗിളിൻ്റെ ഒരു കടയുണ്ട്. അതിനാണ് എനിക്ക് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ അവിടെ മുൻവശത്ത് എത്താറായി. ഞാൻ ക്യൂഗിളിൻ്റെ എൻ്റെ പപ്പ വർക്ക് ചെയ്യുന്ന അവിടെ ഒരു കട പോലൊരു സംഭവം ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. എത്തിക്കൊണ്ടിരിക്കും നമ്മൾ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ മുന്നിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം. സോ ഗൈസ് ഇതാണ് കട. ക്ലിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല, അകത്തൊന്നും പോകാൻ പറ്റില്ല. സോ നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്കല്ല പോകുന്നത്. തീരുമാനിച്ച് നമ്മളൊരു കടയിലേക്ക് പോകുന്നുണ്ട്. ലിഡിൽ നിന്നാണ് എൻ്റെ പേര്. സോ നമ്മൾ അങ്ങോട്ടേ പോകുന്നത്. അതെൻ്റെ വീടിൻ്റെയൊക്കെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കോലണി പോലത്തെ ഇതുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്യൂഗിളിൻ്റെ കാർ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. എന്നോട് കാറൊക്കെ പോകുന്നുണ്ട്. ഇത് ഞങ്ങൾ നോക്കാൻ പോയൊരു വീടാണ്. പിന്നെ ഇത് വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ താമസിച്ച്. അവിടെ ഞങ്ങൾ നോക്കി, അത് നല്ല സ്ഥലമാണെന്ന്. പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം അത് വിട്ടളഞ്ഞു. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഇവിടെ മലയാളീസ് കുറേ മലയാളികളുണ്ട് ഇവിടെ. ഞാനിവിടെ വെച്ചൊന്ന് പൗസ് ചെയ്യണേ. ബിക്കോസ് ഇത് കുറേ നടക്കാനുണ്ട്, വീഡിയോ ലോങ് ആയി പോവും. സോ ഞാൻ പറഞ്ഞില്ലേ വൈറ്റും പർപ്പിൾ പോലത്തെ മരങ്ങളുണ്ടെന്ന്, അതിലൊരെണ്ണമാണ്. പക്ഷേ അത് പൊട്ടിപ്പോന്നെന്ന് തോന്നണം കേട്ടോ. അതിവിടെ ഒരെണ്ണമുണ്ട്, കുറച്ചൊക്കെ ഇവിടെയുണ്ട്. ഗൈസ് അവിടെ ഇത്തിരി ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ നോക്കുക, അവിടെ ഒരു കണ്ടോ ഇത്തിരി പർപ്പിൾ പോലെ വന്നിട്ടില്ല.
ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ മിലിറ്ററിക്കാരുടെ ട്രെയിനിങ് ഏരിയ ഉണ്ട്. എപ്പോഴും നമുക്കിവിടെ വീഡിയോ ഒക്കെ ഒന്ന് ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഞാനെന്ന് പറഞ്ഞ പോകുന്നുണ്ട്, കണ്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം വന്ന് അടുത്ത വണ്ടി വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? കുറേ വണ്ടികൾ വരുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് മിലിറ്ററിയുടെ. എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, വണ്ടി അടുത്തേ കൂടെ അല്ലേ വരുന്നേ. അങ്ങനെ കുറേ മിലിറ്ററിക്കാരൊക്കെ പോകുന്നുണ്ട്. ഗൈസ് ഇത് കണ്ടോ, അതാണ് നമ്മുടെ ലിഡിൽ. അവിടെ ടാക്കോ എന്ന് പറഞ്ഞ് കണ്ടോ, ലിഡിൽ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് കണ്ടോ നിങ്ങൾ? സോ അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം. ഗൈസ് നിങ്ങൾ ലിഡിൽ കണ്ടോ ഗൈസ്? നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ നമ്മൾ. ഗൈസ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ ഒന്നും ക്രോസ് ചെയ്യാൻ പാടില്ല, വണ്ടികളൊക്കെ നന്നായിട്ട് വരും. അവിടെ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരു സ്ഥലം, അവിടെ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലിഡിൽ അങ്ങോട്ട് എത്താം കേട്ടോ ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, അവിടെ നമുക്ക് ലിഡിൽ എത്തിയിട്ടുണ്ട്. സോ എൻ്റെ പപ്പയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു വണ്ടിയുണ്ട്, അത് എടുക്കാനായിട്ട് പോയേക്കുക. അപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, പക്ഷേ ഞാൻ കാണിച്ചു തരില്ല കേട്ടോ ആരുടെയും മുഖം. ഗൈസ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മമ്മീന്നാണ്. ഗൈസ് നമ്മൾ ലിഡിലെത്തിയിട്ടുണ്ട്. നമ്മളെന്ന് പറയുന്നത് നേരെ കയറാനായിട്ട് പോകണം കേട്ടോ. സോ നമുക്ക് ലിഡിലിൻ്റെ അകത്ത് കയറാം കേട്ടോ. സോ നമ്മൾ കയറുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ പൗസ് ചെയ്തു ഇന്നത്തേക്ക്, അത് കാരണം നമ്മളെന്തായാലും ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഗൈസ് ഇവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. സോ ഗൈസ് നമ്മളിവിടെ നിന്നൊരു ട്രോളി എടുക്കാൻ പോണേണ്. ഗൈസ് നമ്മളിവിടെ നിന്നൊരു ട്രോളി എടുത്ത് നമ്മൾ നേരെ അകത്ത് കയറാൻ പോണേ. ഞാൻ മമ്മിയുടെ കാല് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, മുഖം കാണിക്കില്ല. സോ നമ്മൾ നേരെ അകത്ത് കയറിയ ആദ്യം തന്നെ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഇത്തിരി പച്ചക്കറികളൊക്കെ എടുക്കണം, അപ്പം അതിന് നമ്മൾ പോകുന്നത്. പക്ഷെ ഞാൻ സെക്കൻഡ് പാർട്ട് ഇടണം, ബിക്കോസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എന്തായാലും ഒരു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ബാക്കി ഇടാം കേട്ടോ. സോ ഗൈസ് ബൈ.